ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഒരാളുടെ പിന്നിലും പോയി നമ്മളെ സന്തോഷത്തെ കളയരുത്. നമ്മുടെ സന്തോഷം നമ്മുടെ അകത്ത് സൃഷ്ടിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം നമുക്കുണ്ട്. അത് സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തെ ലോകം പിടിച്ചു വരൂ എന്ന് കൃത്യമായി മനസ്സിലായി. നമ്മൾ ഈ ലോകത്ത് വന്നത് ഒറ്റക്കാണ്, ജീവിക്കുന്നത് ഒറ്റക്കാണ്, ഭർത്താവും ഭാര്യയും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്, മരിക്കുമ്പോഴും ഒറ്റക്കാണ്. പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്? വേറെ ഒരാളെ വിഷയത്തിലും ആധിയും വ്യാധിയും നമ്മൾ എത്രത്തോളം പുലർത്തുന്നു അത്രത്തോളം അവർ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഒന്നുകൂടി പറയുവാനുള്ളത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഈ ട്രഷർ എന്ന് പറയുന്ന ഈ കോഴ്സിനെ കുറിച്ച് ഇന്നലെ അവിടെ സെഷനിൽ പറഞ്ഞ് ഞങ്ങൾ കേട്ട് കാണും. ഇനി ഒരു 5 മാസം 6 മാസം കഴിഞ്ഞിട്ടേ അങ്ങനത്തെ കോഴ്സ് വരും. അത് വരുന്ന സമയത്ത് ഇതിലുള്ള ആൾക്കാരൊക്കെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് കരീം സാർ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ മാറും. നമുക്ക് തന്നെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും ബോധപൂർവം നിർമ്മിക്കുവാൻ സാധിക്കും. നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്താൻ പറ്റും. ചില ആളുകളുണ്ട്, എന്താ പറയാ, എന്നോട് പേഴ്സണലായിട്ട് കരീം സാർ നിങ്ങളെ നമ്പർ വേണമെന്ന് പറയും. ഈ പേഴ്സണലായിട്ട് എന്റെ നമ്പർ വാങ്ങിയത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമില്ല. ഒന്ന്, എനിക്ക് ഭയങ്കര തിരക്കാണ്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ നടന്ന പ്രോഗ്രാമിൽ നടന്ന തെറാപ്പിയൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ഒരാൾ കോണ്ടാക്ട് ചെയ്തു. ഇന്നലെ അവിടെ കൂടിയ 100 കണക്കിന് ആളുകൾ, അവരിൽ ഒരാൾക്ക് പോലും എന്തെങ്കിലും ഒരു ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാവാതിരിക്കുന്നുണ്ടാവില്ല. അത്രയും ശക്തമായി മനഃശാസ്ത്രപരമായി, ഇതൊന്നും എൻ്റെ വകയല്ല. നിങ്ങൾ വിചാരിക്കണം, ഇതൊക്കെ ശാസ്ത്രീയമായി പഠനം നടത്തി വലിയ വലിയ ആളുകൾ പരീക്ഷിച്ച് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കൊണ്ടുവന്ന സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. നിങ്ങൾ വിചാരിക്കേണ്ടതൊക്കെ എൻ്റെ ഒരു കണ്ടുപിടുത്തമാണെന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ട. എൻ്റെ ഒരുപാട് നിരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ തെറാപ്പികളൊക്കെ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയത് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റൂ. ഒരു മെഡിസിൻ വിപണിയിൽ ഇറക്കണമെങ്കിൽ ആദ്യം ആ മെഡിസിനെ കുറിച്ച് എന്ത് വേണം? ആ മെഡിസിൻ കുറെ ആളുകൾ പരീക്ഷണം നടത്തി അത് സർക്കാർ അംഗീകരിച്ചതിന് ശേഷം മാത്രമേ അത് വിപണിയിൽ ഇറക്കാൻ പറ്റൂ. എന്നതുപോലെയാണ് ഈ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് പറയാണ്, കരീം സാർ എങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനേ പറ്റൂ. ഈ തെറാപ്പിയിലൂടെയൊക്കെ കടന്നു പോകണമെങ്കിൽ നമ്മൾ സ്വയം അനുഭവിക്കണം. തേനെ കുറിച്ച് പറയും പോലെയാണ്. ഇപ്പോ തേനെ കുറിച്ച് അറിയാൻ വേണ്ടി എന്നോട് വിളിച്ചു. അപ്പൊ ഞാൻ പറയും തേൻ ഇങ്ങനെയാണ്, മധുരമുള്ളതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ എനിക്ക് പറയാനേ പറ്റൂ. തേൻ കുടിച്ചെങ്കിലേ അതിന് അനുഭവം ഉണ്ടാവും. ഇതാണ് ഈ വിഷയത്തിലൊക്കെ എനിക്ക് പറയുവാനുള്ളത്. ഒട്ടേറെ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ സാറെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ, ഓക്കെ, എല്ലാം ആയല്ലോ, സാറല്ലേ നമുക്ക് കൊടുക്കുന്നത്, അതുകൊണ്ട് സാറെ തന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് കളയാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ള ഇതിലൊക്കെ വരിക. ഒരു ഡോക്ടർക്കും റോട്ടിൽ വെച്ചോ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫോണിലൂടെയോ ഒരു സർജറി നടത്തി ചികിത്സ നടത്തുവാൻ സാധ്യമല്ല. ലോകത്താർക്കും പറ്റില്ല, ദൈവത്തിനേ പറ്റും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളതോ, ഇപ്പോ EFT ഇനിയിപ്പോ ജൂലൈ 7-ാം തീയതി വരുന്നുണ്ട്. ഹോട്ടൽ കിങ് ഫോർട്ടിലാണ്, മറ്റേ ഹാൾ വെച്ചാണ് പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറയുന്നത് എല്ലാവരും പങ്കെടുക്കും. നമ്മുടെ കോഴ്സ് ഏത് കോഴ്സാണ് നമുക്ക് മാറ്റം കൊണ്ടുവരാത്തത്? എല്ലാ കോഴ്സും ഒന്നിനൊന്നും മാറ്റം കൊണ്ടുവരുന്നതാണ്. അപ്പോ നമ്മൾ ഇത് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കോഴ്സിനെ കുറിച്ച് കരീം സാർ എങ്ങനെ പറയാണ് എന്നതല്ല മനസ്സിലാക്കേണ്ടത്. എനിക്ക് നിങ്ങളെ കുറിച്ച് കൃത്യമായി അറിയുന്നത് കൊണ്ടും അതിനുള്ള പരിഹാരം നമ്മുടെ കൈവശം ഉള്ളതുകൊണ്ടും ആ പരിഹാരം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നുള്ള അതിശക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ള സെഷൻസിലോട്ട് വരാൻ വേണ്ടി പറയുന്നത്. ഇന്ന് രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്തു. 9:30 സ്റ്റാർട്ട് ചെയ്തു. വൈകുന്നേരം ഒരു 5:30-6 മണി വരെ നമ്മൾ പ്രോഗ്രാം കൊണ്ടുപോയി. അതിനിടക്ക് ഒരു കുറഞ്ഞ സമയം നമ്മുടെ ട്രഷറിന്റെ ആളുകൾക്ക് മൊമെന്റോ കൊടുത്തു. അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. അവരൊക്കെ ഇനി അവരോടൊന്നും സംസാരിപ്പിക്കേണ്ടതില്ല. അവർ ഉള്ളു തുറന്ന് പറഞ്ഞു, ഇനി നമുക്ക് ട്രഷറിന്റെ കോഴ്സ് ഇപ്പോൾ കഴിയാൻ പോവാണ്. അവരെ ബാക്കിയുള്ള വിദേശത്തൊക്കെ ഉള്ള
ഏതെങ്കിലും ഒരാൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കൂ, ഒരാൾക്ക് പോലും റിസൾട്ട് ഇല്ലാത്തതില്ല, എല്ലാവർക്കും റിസൾട്ട് ലഭിച്ച ഒരു കോഴ്സ്. അപ്പോ അവരെ നമ്മൾ കൊണ്ടുവരും. എന്നിട്ട് ഇതേപോലെ ഒരു പൊതുപരിപാടിയിൽ വെച്ചിട്ട് അവരോടൊക്കെ സംസാരിക്കാം. നിങ്ങൾക്ക് അവരോട് ചോദ്യം ചെയ്യാം. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത് നമുക്കുമായി കൂട്ടാം. അത് നമ്മൾ പൂർണ്ണമായിട്ടും തിരിച്ചറിയുക. അതേപോലെ തന്നെ ജൂലൈ 7-ാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം കേരളത്തിൽ ഇന്നലെ അവിടെ നോക്കൂ നിങ്ങൾ, ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ ഈ പ്രോഗ്രാമിന് വേണ്ടി എന്താ പറയാ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. കുവൈത്തിൽ നിന്ന് വന്നു. കുവൈത്തിൽ നിന്ന് വന്ന അവരെ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രസന്റേഷനുമായിട്ടാണ് അവർ വന്നത്. എനിക്കറിയില്ലായിരുന്നു എന്താണെന്ന്. ഞാൻ വീട്ടിലെത്തി ഫാമിലിന്റെ കൂടെ അത് പൊളിച്ചു നോക്കുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഗന്ധമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അവര് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് അവർക്ക് ഞാൻ നന്ദി അറിയിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവരുടെ ലൈഫിൽ അത് അനുഭവിക്കുകയും, പ്രത്യേകിച്ച് ഇന്നലത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വാക്ക് പോലും നമ്മുടെ മൈൻഡ് പവറോ ബ്രെയിൻ മാസ്റ്ററിയോ EFTയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഭവം, ഒരു കാര്യവും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഇന്നലെ ചർച്ച ചെയ്ത ഒരേ ഒരു കാര്യം, ഒരൊറ്റ കാര്യം ഇന്നലെ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതെന്തു മാത്രമായിരുന്നു? റിലേഷൻഷിപ്പ്. അത് തന്നെ നമുക്ക് കുറേ നമ്മൾ സ്കിപ്പായതാണ്. ആ സ്കിപ്പായ ഭാഗങ്ങളൊക്കെ ഇന്നലെ പങ്കെടുത്ത ആളുകൾക്ക് നമ്മൾ വേറെ തരും. കാരണം ഇന്നലെ എന്താ പറയാ ട്രഷറിന്റെ ആളുകൾക്കുള്ള അനുമോദനം, എന്റെ പുസ്തക പ്രകാശനം, ഇതെല്ലാം കൂടി ഉള്ളത് കൊണ്ട് കുറച്ച് സമയം അതിന് മാറ്റി വെക്കേണ്ടത് കൊണ്ട് നമുക്കത് ബാക്കി ഓൺലൈനിൽ നൽകും. സത്യത്തിൽ ആ സെഷൻസിലൂടെയൊക്കെ ഭാര്യയും ഭർത്താവും കൂടി കടന്നു പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കുടുംബ പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ, അതൊക്കെ ഇന്നലത്തെ പ്രോഗ്രാമിനോട് കൊണ്ട് മാറും. ഒരു സംശയമില്ല. ക്യാൻ യു അഗ്രി വിത്ത് മീ മൈ ഡിയർ ഫ്രണ്ട്സ്? ഒട്ടുമിക്ക കുടുംബ പ്രശ്നങ്ങൾക്കും ഇന്നലത്തെ സെഷൻസിൽ ഭാര്യയും ഭർത്താവും കൂടി, അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഒറ്റയ്ക്ക് പങ്കെടുത്താൽ പോലും അതിലൊരു മാറ്റത്തിന് സാധ്യതയില്ലേ? യെസ് ഓർ നോ? പ്ലീസ് സേ ലൗഡ്ലി യെസ് ഓർ നോ. സംസാരിക്കാൻ പറ്റുന്നില്ല? സംസാരിച്ചേ. ഇന്നലത്തെ പ്രോഗ്രാമിൽ ഭാര്യയും ഭർത്താവും വന്നു കഴിഞ്ഞാൽ എല്ലാരെയും ജീവിതം മാറ്റി ഒരു സംശയമില്ല. ഇനി അതല്ല, അതിനപ്പുറമുള്ള എന്താ പറയുക, വേദനകള്, പിന്നെ ഹാബിറ്റ്സുകള്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പോക്കുവാൻ സുനിശ്ചിതമായിട്ടും EFT കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അടുത്ത 7-ാം തീയതി നടക്കുന്നത്. ഇപ്പൊ ഈ കോഴ്സുകൾ നമ്മൾ ഇങ്ങനെ നിരന്തരം വെക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇതൊക്കെ ഒരു അവസരമായിട്ട് ദൈവമായിട്ട് നമ്മുടെ മുമ്പിൽ ഇട്ട് തരുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ പോലും ചിന്തിക്കാതെയാണ് പല കാര്യങ്ങളും, അതായത് ഞാൻ പോലും അറിയാതെ എന്നെ ഫോഴ്സ്ഫുള്ളി നയിക്കുന്ന രൂപത്തിലാണ് എനിക്ക് പോലും അനുഭവപ്പെടാറുള്ളത് പല കാര്യങ്ങളും. അതുകൊണ്ട് മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ഇന്നലെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഇന്നലത്തെ ആ തെറാപ്പിയൊക്കെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായ സ്വാധീനം ഉണ്ടാകും, ഒരു സംശയമില്ല. അപ്പോ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ, എനിക്ക് തോന്നുന്നു ഒരു 50ഓളം ആളുകളെങ്കിലും അവസാന നിമിഷം അതിൽ പങ്കെടുക്കാൻ സാധിക്കാതെ സ്കിപ്പായി പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവര് കൂടി വന്നാൽ എന്തായിരിക്കും ജോസഫ് സാറെ അവിടുത്തെ അവസ്ഥ? അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവോ? യെസ് ഓർ നോ? ഫുള്ളായിരുന്നു. പ്രൗഢമായ സദസ്. ഒരിക്കലും ഇനി ഒരു 50 പോയിട്ട് ഒരു 10 ആളുകൾക്ക് പോലും അവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എന്റെ ഒരു പുസ്തകം റിലീസായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് സഹായം ചോദിക്കുന്നത്, ആമസോണിൽ നമ്മൾ ആ പുസ്തകം അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏതെങ്കിലും ആമസോൺ എക്സ്പേർട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ഹാപ്പി പാർക്കിനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റും. ആമസോണുമായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായിട്ടൊക്കെ ഏതെങ്കിലും ആളുകൾക്ക് പരിചയമുണ്ടെങ്കിൽ, അതേപോലെ ആ പുസ്തകം വായിച്ച് സത്യസന്ധമായി, ആരോടും നമ്മൾ ഇന്നത് പറയണം എന്ന് ഒരാളോടും പറയാറില്ല, ആ പുസ്തകം വായിച്ച് സത്യസന്ധമായി നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അതിന്റെ താഴെ നിങ്ങളൊന്ന് കമാൻഡ് ചെയ്യുകയും വേണം. അത് നമ്മളെ റിക്വസ്റ്റ് ആണ്. അത് എന്തിനാണെന്ന് ചോദിക്കും, സത്യസന്ധമായി നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് വെർത്തല്ല, യു ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് നോട്ട് വെർത്ത്. നിങ്ങൾക്ക് തോന്നുക ഇതൊരു തട്ടിപ്പാണ്, യു ക്യാൻ റൈറ്റ് ഓപ്പൺലി ഇതൊരു ശരിയായ കാര്യമല്ല, നിങ്ങൾക്ക് എഴുതാം. അതല്ല നിങ്ങൾക്ക് തോന്നുകയാണ്
ജീവിതത്തിൽ ശക്തമായ മാറ്റം ഉണ്ടാക്കുവാൻ സാധ്യമാണ്. അതില് ഡോക്ടർ എം കെ മുനീർ സാർ, അദ്ദേഹം ആ പുസ്തകം ഒരു ഇരിപ്പിന് മുഴുവൻ വായിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒറ്റ ഇരിപ്പിന് വായിച്ച അപൂർവ പുസ്തകങ്ങളിൽ ഒന്നാണിത്. അതാണ് ആ പുസ്തകത്തിന്റെ ചട്ടയിൽ. അത് പരസ്യമായിട്ട് പറയാം, അതിന്റെ റെക്കോർഡിംഗ് വരെ നമ്മുടെ കയ്യിലുണ്ട്. ഡോക്ടർ എം കെ മുനീർ സാർ. റോബിൻ തിരുമല, അദ്ദേഹത്തെ ഞാൻ നേരിട്ട് പോയി കണ്ടു. അദ്ദേഹം കൊടുവള്ളി ഉണ്ടായിരുന്നു. നേരിട്ട് പോയി അദ്ദേഹത്തിന് കണ്ട് അദ്ദേഹത്തിന് ഈ പുസ്തകം കൊടുത്തു. ഇതിന് പുസ്തകം കൊടുത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഇന്ന് വായിച്ചതിന് ശേഷം അഭിപ്രായം പറയണം. അദ്ദേഹം അന്ന് 4AM ക്ലബ്ബ് എന്ന് പറഞ്ഞ വലിയൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, ടി കെ കരീമിന്റെ ഈ ഒരു പുസ്തകം കേരളത്തിലല്ല ലോകം മുഴുവൻ വായിക്കപ്പെടേണ്ട പുസ്തകമാണ്. അത് ഞാൻ എന്നെ കുറിച്ച് പൊക്കി പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വിനീതമായി സംസാരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ എന്നെ തന്നെ പൊക്കി പറയാനല്ല, അത് അവര് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സജീവൻ സാർ, അദ്ദേഹം പറഞ്ഞത് ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ എന്താ പറയാ, സക്സസ് എന്ന് പറയുന്നത് റോബിൻ ശർമ്മയുടെ അല്ല, നമ്മുടെ ഇന്ത്യൻ ഒരു ബുക്ക് ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ വായിച്ച ഒരു പുസ്തകം ഉണ്ടല്ലോ, പേര് ഞാൻ വിട്ടുപോയി. യെസ്, ഏതായാലും ശരി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മുടെ ഒരു ഇന്ത്യൻ എഴുതിയതാണ്, ഒരുപാട് കോപ്പികൾ വിറ്റയച്ച ഒരു പുസ്തകം ഉണ്ടല്ലോ. യെസ്, യു ക്യാൻ വിൻ, യു ക്യാൻ വിൻ, യു ക്യാൻ വിൻ, നിങ്ങൾക്ക് യു ക്യാൻ. ഈ പുസ്തകത്തെ കുറിച്ച് യെസ്, വളരെ സന്തോഷം. യു ക്യാൻ വിൻ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം പറഞ്ഞു എന്റെ അലമാരയിലുണ്ട്, എല്ലാ സമയത്തും ഞാൻ എടുത്ത് നോക്കാറുണ്ട്. അതുപോലെ മനുഷ്യ ജീവിതത്തിൽ ശക്തമായ മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ നമ്മൾ അതിന്റെ ചട്ടയിൽ നമ്മൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് രണ്ട് കാര്യം, അത് ആമസോണിൽ ഇത് ചെയ്യാനുള്ള ഏതെങ്കിലും ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ അവരെ ഒന്ന് ഹാപ്പി പാർക്കുമായിട്ട് ബന്ധപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ സത്യസന്ധമായ അനുഭവങ്ങൾ അതിൽ പറയുക. അതേപോലെ എന്താ പറയുക, ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു ലോകമുണ്ട്, ഏത് മാറ്റവും സാധ്യമാണ്. ഇതിന് എന്താ പറയാ, യാതൊരു പ്രായമോ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഇതൊന്നും തടസ്സമല്ല. തടസ്സം ആര് മാത്രമാണ്? നമ്മൾ മാത്രമാണ്. ഇത് മാത്രമേ ഈ ഇന്നത്തെ സെഷനിൽ പറയാനുള്ളൂ. ഇന്നലെ നമ്മുടെ എൽദോ സാർ വിത്ത് ഫാമിലി ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. ശങ്കർ സാർ വിത്ത് ഫാമിലി ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. എൽദോ സാറിന്റെ മദറിന് ചെറിയൊരു അസുഖം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് പെട്ടെന്ന് സുഖമാവട്ടെ. അതുപോലെ നമ്മുടെ ശങ്കർ സാർ, അദ്ദേഹത്തിന് ചെറിയൊരു കുഴിയിൽ വീണൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനും എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ എന്നൊക്കെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ ജേളി മാം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹാപ്പി പാർക്കിന്റെ മെഡിറ്റേഷൻ ക്ലബിന്റെ ഒരു നാടി ഒരു മിടിപ്പായിരുന്നു. ജേളി മാമിന് ഇപ്പോ ചെറിയൊരു അസൗകര്യമുണ്ട്. അവർക്കും അവരുടെ എല്ലാ അസൗകര്യങ്ങളും മാറി സുഖകരമായ രൂപത്തിൽ നമ്മുടെ കൂടെ ചേരുവാനുള്ള ഒരു സാധ്യത ഉണ്ടാവട്ടെ, കഴിവുണ്ടാവട്ടെ, അതിനകത്ത് അവർക്ക് സാധ്യമാവട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ഇന്നലത്തെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. അടുത്ത ജൂലൈ 7-ാം തീയതി നടക്കുന്ന EFT പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ അത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. ആ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ കോഴ്സ് അല്ല, അത് ഒരു മാസത്തെ കോഴ്സാണ്. ഒരു ദിവസത്തെ കോഴ്സ് അല്ല, ഒരു മാസത്തെ കോഴ്സാണ്. അപ്പൊ ആ ഒരു സംശയം ചോദിച്ചോട്ടെ, ഏതാ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ. സാറേ, ഈ പ്രോഗ്രാം ഇത് എറണാകുളം ഏരിയയിലേക്ക് മാറ്റാൻ സാധ്യത? എറണാകുളം പ്രോഗ്രാം ഉണ്ട് സർ. എറണാകുളത്ത് ഈ 13-ാം തീയതി നമ്മളൊരു പബ്ലിക് സ്പീക്കിംഗിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. ജൂലൈ 14-ാം തീയതി എനർജി ഹീലിംഗിന്റെ പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ ജൂലൈ ലാസ്റ്റ് EFTയുടെ പ്രോഗ്രാം ഉണ്ട്. എറണാകുളത്ത്, തിരുവനന്തപുരത്തൊക്കെ പ്രോഗ്രാം ഉണ്ടാവാറുണ്ട് സർ. ഓക്കെ, ഞങ്ങള് ഈ എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലുള്ളവർക്ക് ഈ വടക്കേ ബുദ്ധിമുട്ടാണ്. എറണാകുളത്ത് നമ്മളെ മോഹൻ ജോസഫ് സാറൊക്കെ എറണാകുളത്ത് പങ്കെടുത്താണ് സർ കേട്ടോ. എറണാകുളത്ത് പ്രോഗ്രാം ഉണ്ട്. ഓഫീസുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ശരി, സന്തോഷം. അപ്പൊ ഇനി എന്തെങ്കിലും ഇന്നത്തെ പ്രോഗ്രാം പറയൂ. പങ്കെടുക്കുന്ന അബി, അവന്റെ ജ്യേഷ്ഠന്റെ മകള് മെനിയാണ് മരിച്ച്, ഞാൻ വൈകുന്നേരമാണ് മരിച്ചത്.
സൂസൈഡ് ചെയ്തതാണ്. നമ്മളെ പ്രോഗ്രാമിന് വരാൻ വേണ്ടി 4 മണിക്ക് ഓന്റെ ജോലി സ്ഥലത്ത് നിന്ന് ഒഴിവായി വന്നപ്പോഴാണ് പെട്ടെന്നാണ് ഇത് കേൾക്കുന്നത്. അപ്പൊ ഒരു പ്രയാസത്തിലായിരുന്നു. ഞാൻ രാത്രി ഞാൻ വിളിച്ചിരുന്നു. ഭയങ്കര സങ്കടമായി പോയൊരു കാര്യം, മരിച്ചതിലും വലുത് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേരാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞിട്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മളൊരു പ്രത്യേക എനർജി ഫ്രീക്വൻസിയുള്ള ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് സമാധാനം ലഭിക്കട്ടെ, അവർക്ക് സുഖം ലഭിക്കട്ടെ, അവർക്ക് ആശ്വാസം ലഭിക്കട്ടെ എന്ന് എല്ലാവരും മനസ്സുകൊണ്ട് ഒരേ സമയത്ത് ആഗ്രഹിക്കുക. അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്, വളരെ ശക്തമായ ഒരു ഫോളോവറാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന് ശക്തി ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ, കരുത്തുണ്ടാവട്ടെ എന്നെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. ഓക്കെ, ഇന്നലത്തെ പ്രോഗ്രാമിൽ എത്താൻ കഴിയാതെ കുറെ ആൾക്കാർ എത്താൻ കഴിയാത്ത ആൾക്കാരുണ്ട്. എത്തിയ ആൾക്കാർക്കൊക്കെ ഹാപ്പി ആയിട്ടില്ല. ഇനി ആരെങ്കിലും സംസാരിച്ചോളൂ. അടിപൊളി സാർ. ഒരു എന്താ പറയണ്ട, ഒരു അത്ഭുതം തന്നെ, ഒരു ടേണിംഗ് പോയിന്റ്. പിന്നെ ഒരു എന്താ പറയണ്ട, കുടുംബ സംഗമോ അല്ലെ മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെ SLC ഗ്രൂപ്പോ എന്തെന്ന് വെച്ചാൽ മൊത്തം മിക്സ് ആയിട്ടുള്ള ഒരു അല്ല എന്നാ പറയണ്ട സാർ, പറയാൻ വാക്കുകളില്ല. അത് പിന്നെ സാറ് മറ്റേ അസീം സാറെ അത് കൊണ്ടുവന്നത് അത് ഭയങ്കരം എന്താ പറയണ്ടേ, ലോകോത്തര നിലവാരത്തിൽ എത്തി നമ്മള്. ആ ഒരു നല്ല എന്താ പറയണ്ടേ, ആ ഒരു ടൈപ്പായിരുന്നു ലാസ്റ്റ്. പക്ഷെ വേറെ ബഹളങ്ങളോ ആൾക്കാരുടെ കൂട്ടങ്ങളോ ഒന്നും സ്റ്റേജ് ഇല്ലാണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ഒരു കുടുംബത്തിൽ നടക്കുന്ന പോലെ ഒരു ലോകോത്തര നിലവാരമുള്ള പരിപാടി. ടേണിംഗ് പോയിന്റ് സാർ. താങ്ക് യു സാർ. താങ്ക് യു. എന്തു പറയുന്നു ഷുക്കൂർ സാർ? വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു. മനസ്സിനെ പിടിച്ചു കുലുക്കി വളരെ സന്തോഷമായി. മനസ്സിൽ ഒരു വലിയൊരു മാറ്റം തന്നെ അല്ലേ ഷുക്കൂർ സാർ? ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മൊത്തം ഒരു മാറ്റം ഫീൽ വന്നു കഴിഞ്ഞു. സാറേ ഇനിയിപ്പോ സാറ് പറഞ്ഞ പോലെ ആ മറ്റേ മുഴുവൻ ടാസ്കും ആ ക്ലാസ്സും എടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷെ സമയം കിട്ടില്ല സാർ. അത് വേറെ തന്നെ ഒരു ലെവലിലേക്ക് പോയിരുന്നു. ഇന്നലെ ജോക്കി ആയിരുന്നല്ലേ. നമ്മൾ ഫാമിലി, നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ആയതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഫാമിലി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. നന്നായിട്ട് എന്റർടൈൻമെന്റ് പ്രോഗ്രാം. ഞാൻ ചോദിക്കട്ടെ, എത്ര സിനിമ കണ്ടാൽ ഈ ഒരു സുഖം കിട്ടും നമുക്ക്? എത്ര സിനിമ കണ്ടാൽ? നിങ്ങള് ടൂറ് പോയിട്ടോ കാര്യമില്ല. ഒരു കുടുംബ സംഗമം എന്നാ പറയണ്ട വെച്ചാൽ ഒരു മൊത്തത്തിൽ ലോകത്തിലെ ജനങ്ങളെ ഒത്തുകൂടിയിട്ടുള്ള ഒരു സംഗമം പോലെ ആയിപ്പോയി. തെറാപ്പി ആ മനസ്സില് തറഞ്ഞു കയറി, അടിച്ചു കയറി സാർ. അത് അടിപൊളി. ഇപ്പോഴും വിട്ടില്ല, അതിന്റെ എഫക്ട് ഇപ്പോഴും ഉണ്ട്. വേണ്ടാതല്ല ആ സ്പോട്ടിൽ തന്നെ പുറത്തേക്ക് പോയി. താങ്ക് യു എല്ലാവർക്കും. അപ്പൊ ഇനി നമുക്ക് 7-ാം തീയതി EFT ഉണ്ട്. അതിൽ പങ്കെടുത്ത ആളുകൾക്ക് സെക്കൻഡ് ആയിട്ടും പങ്കെടുക്കാം, അല്ലാത്തവർക്ക് ഫ്രഷ് ആയിട്ട്. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മളെ പുസ്തകം ഇനി ആമസോണിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യും. ആമസോണിൽ നിന്ന് വാങ്ങിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയാ, നിങ്ങളുടെ ഒക്കെ റൈറ്റപ്പ് ഒരു 10, 100, 200 ആളുകൾ അതിൽ കൃത്യമായി റേറ്റപ്പ് വരികയാണെങ്കിൽ ഒരുപാട് ആൾ ഗുണം ചെയ്യട്ടെ. നമുക്ക് അങ്ങനെ ഉണ്ടാവണം, ഒരുപാട് ആൾ ഗുണം ഉണ്ടാവട്ടെ. ഞാൻ ഈ വിഷയങ്ങളൊക്കെ എൻ്റെ ബന്ധത്തിലും എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ നിരന്തരം വിളിച്ചിട്ട് ഞാൻ ഈ പ്രോഗ്രാമിൽ കൊണ്ടുപോകും. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാൻ കൊണ്ടുപോകും. അത് എൻ്റെ അമ്മാവൻ്റെ മക്കളാണെങ്കിലും ശരി, എൻ്റെ ഫാദറിൻ്റെ അനിയന്മാരുടെ മക്കളാണെങ്കിലും ശരി, അനിയന്മാരാണെങ്കിലും ശരി, എൻ്റെ ഭാര്യയാണെങ്കിലും ശരി. ചില ആളുകളൊക്കെ നമ്മുടെ മുമ്പിൽ ഇരിക്കാൻ ഒരു മടിയുണ്ടാവും, അങ്ങനെയുള്ള ആളുകൾ. പക്ഷെ എനിക്കങ്ങനെ ഒരു ഇതൊന്നുമില്ല, ഞാൻ എല്ലാവരും വിളിച്ചുകൊണ്ട്. ഇപ്പോൾ അടുത്ത കോഴിക്കോട് EFTയിൽ എൻ്റെ ഫാമിലി മൊത്തം ഉണ്ടാവും. എൻ്റെ ഫാമിലി ഉണ്ടാവും, എൻ്റെ ഫാദറിൻ്റെ സഹോദരന്മാരുടെ ഭാര്യമാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ കൊണ്ടുപോകും. നമുക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സംഭവം എന്താ ചോദിക്കുകയാണെങ്കിൽ, പരിധിയില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ട്രഷർ കോഴ്സ് ഒക്കെ എന്ന് പറയുന്നത് ലോകോത്തര നിലവാരം, അതിനേക്കാൾ നിലവാരമുള്ളൊരു സംഭവം ഉണ്ടോ എന്നറിയാം. അത്രയും പവർഫുൾ ആണ്. ഇന്നലെ നിങ്ങൾ കേട്ടില്ലോ, ഇവിടെ സംസാരിക്കുന്നത് കേട്ടല്ലോ ആളുകൾ. അതായത് ഒരു ഇംഗ്ലീഷ് റൈറ്റർ ആണെന്ന് നമ്മൾ ഹരിദാസൻ സാർ പറയുന്നത്. അദ്ദേഹം അതിന്റെ ഫസ്റ്റ് എഴുതി കഴിഞ്ഞു. അതിലെഴുതിയ ആ ഇംഗ്ലീഷ് വേർഡ് അത് വായിച്ചാൾ പറഞ്ഞു അതൊരിക്കലും ഒരു മലയാളി എഴുതിയതല്ലെന്ന്.
അപ്പൊ അദ്ദേഹം ലക്ഷ്യം വെച്ചത് 2028 മെയ്യോ അങ്ങനെ അദ്ദേഹം നമ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും അത് പബ്ലിഷ് ചെയ്യണമെന്നും അതുപോലെ തന്നെ 50 ലക്ഷം കോപ്പി വിറ്റഴിക്കണമെന്നും അദ്ദേഹം ഗോൾ സെറ്റ് ചെയ്തു. അത് നടക്കും. അതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത. എന്താ അതുകൊണ്ട് പിന്നെ മാത്രമല്ല, നമ്മൾ അതിൽ ആദ്യം സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഫീസ് ഈ കോഴ്സ് അതിന്റെ ഇരട്ടിയായിട്ട് ഈ കോഴ്സിന്റെ മുമ്പ് നമുക്ക് തിരിച്ചു കിട്ടണമെന്നുള്ളതാണ്. നമ്മുടെ സെനറ്റ് ടീച്ചർക്ക് 50 ലക്ഷമാണ് 50 ലക്ഷം രൂപയാണ് അവർ എഴുതിയിട്ടുണ്ടായത്. 50 ലക്ഷം രൂപ, അതിൽ 30 ലക്ഷം ഈ മാസം ഫസ്റ്റ് റിലീസായി, ബാക്കി മാസം ലാസ്റ്റോ മറ്റോ ആയിട്ട് അടുത്ത മാസം ഫസ്റ്റോ ആയിട്ട് അതും റിലീസാവും. ഇതൊക്കെ ഒരു അത്യത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് ഞങ്ങൾ നിങ്ങളോട് പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ നിങ്ങളോട് ചെയ്യുന്ന ഒരു ഇതായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്, അല്ലാണ്ട് മറ്റൊരു ഉദ്ദേശം ഉണ്ടായിട്ടല്ല. വളരെ സിൻസിയറായിട്ട് വളരെ സാത്വികമായിട്ട് പോകുന്ന ഒരു സംഘമാണ് ഹാപ്പി പാർക്ക്. നിങ്ങളൊക്കെ അതിന്റെ അംഗങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകളോട് ഈ സന്ദേശം എത്തട്ടെ. ഒരുപാട് വീട്ടിൽ സന്തോഷം കളിയാടട്ടെ. ഇത് മാത്രമേ പറയുവാനുള്ളൂ. നമ്മളൊക്കെ ഈ ലോകത്ത് വിട്ടുപോയാലും നമ്മുടെ ഈ ഒരു പ്രവർത്തനം ഇവിടെ ബാക്കിയുണ്ട്. ഇതിലൂടെ തലമുറയിലൂടെ പോകും. പറയൂ. മുമ്പേ പ്രിന്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ ബുക്കാണ് ഇപ്പൊ വീണ്ടും വന്നിട്ടുള്ളത്. അതെ 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 അതെ, ആ പുസ്തകമാണ്. ആ പ്രിന്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ പുസ്തകമാണ്. രണ്ടാമത് അതിന്റെ കുറച്ചും കൂടി അതിൽ തെറ്റുകളൊക്കെ ഉണ്ടായതൊക്കെ തിരുത്തി പുതിയ അവതാരികയൊക്കെ വെച്ച് ഇറക്കിയ ഒരു ബുക്കാണ്. അത് നമ്മൾ ആമസോണില് വിത്തിൻ 1 or 2 days അത് നമ്മൾ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. അതിൽ വാങ്ങിയാൽ മതി. എല്ലാവരും വായിച്ച മുഴുവൻ ആളുകളും അതിന്റെ റിവ്യൂ അതിൽ എഴുതുകയും വേണം. ഓക്കെ, സന്തോഷം. ശരി, പറയൂ. ഹലോ സാർ. പറയൂ സ്മിത മാഡം. എന്റെ ഹസ്ബൻഡിന്റെ അമ്മ സാറ് ബുക്ക് എത്ര വട്ടം വായിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അമ്മേന്റെ അടുത്ത് കൊടുക്കാം. ഹലോ, പറയൂ. ഞാൻ കൊറേ പ്രാവശ്യം വായിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്നലെ സ്മിത ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ബുക്കും കൂടി കിട്ടുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്നു. രാത്രി വന്നപ്പം പറഞ്ഞു ഇതിറ്റാ തന്നെ ബുക്ക് ആയതുകൊണ്ട് വാങ്ങിയിട്ടില്ല. മെഡിറ്റേഷനിലൊക്കെ ഇരിക്കും അമ്മ. സാറ് EFT ഒക്കെ സാറെ ഞാൻ പറഞ്ഞത് അമ്മ അതൊക്കെ ചെയ്യുന്നുണ്ട്. എൽദോ സാറ് പറഞ്ഞ പിന്നെ കയ്യിന്റെ ഒക്കെ തെറാപ്പി ഇല്ലേ, വെള്ളത്തിൽ എല്ലാം ചെയ്യണം. അമ്മ രാത്രി 3 മണിക്ക് കുളിച്ചിട്ട് രാവിലെ അപ്പൊ സ്മിത മേഡം മുതലായില്ലേ? മുതലായി. അമ്മയ്ക്ക് സാറെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. എപ്പോഴെങ്കിലും വരുമ്പോ കൊണ്ടുവരും. ജൂലൈ 7-ാം തീയതി കൊണ്ടുവരും. നിങ്ങൾ ആദ്യം പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുണ്ടാവുമല്ലോ. അപ്പൊ ആ രീതിയിൽ ചെയ്താൽ സാറോട് സംസാരിച്ചാൽ മതി കേട്ടോ. വളരെ സന്തോഷം. ഏതായാലും ആ പുസ്തകത്തെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം കേട്ട് എനിക്ക് വലിയ സന്തോഷം. ആ കൊറോണ സമയത്ത് എന്റെ ഉള്ളിൽ നിന്ന് അതിശക്തമായിട്ട് അത് എഴുതാണ്ടിരിക്കാൻ പറ്റാതെ പേനകൾ ചലിച്ച് എഴുതിയ ഒരു പുസ്തകമാണ്. അത് എൻ്റെ ഫാദറും അതുപോലെ തന്നെ എൻ്റെ ഫാദറിന്റെ ജ്യേഷ്ഠനോ ഉൾപ്പെടെ എല്ലാവരും ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. അവരൊക്കെ വളരെയധികം നന്നായി പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പ്രതിപാദനന്മാരെ ഒത്തിരി ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള പല ആളുകളുടെയും PA-മാർ ആ പുസ്തകം വാങ്ങിയിട്ട് ആ ആളുകൾക്ക് കൊടുക്കാം, ഞാൻ എന്തായാലും കൊടുക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും വളരെ സന്തോഷം. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. പറയൂ. ഇന്നലത്തെ ആ ഒരു ദിവസം ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. എങ്ങനെ അത് പറയണമെന്ന് അറിയില്ല. ഒന്നാമത് ആസിം സാറിന്റെ കൂടെ ആസിം സാറിന്റെ കയ്യിൽ നിന്ന് ആ ഒരു മൊമെന്റോ ഏറ്റുവാങ്ങാൻ ആയി. അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു മഹത്തായ കാര്യങ്ങൾ അത് ഇന്നലെ അത്രയും ആൾക്കാരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റി. അതോടൊപ്പം എനിക്ക് ഇന്നലെ ഉണ്ടായ ഇന്നലെ മനസ്സ് നിറഞ്ഞൊരു ദിവസമായിരുന്നു. ഈ നമ്മുടെ മോഹൻ ജോസഫ് സാറും വൈഫിന്റെയും ആ ഒരു ഇന്നലെ പറഞ്ഞ അവരുടെ വാക്കുകൾ എന്താ അറിയില്ല, അത്രയും മനസ്സ് നിറഞ്ഞുപോയി. അവർക്ക് എന്താ പറയാ, ആ മാമിന് പറഞ്ഞിട്ട് തീരുന്നില്ല വാക്കുകൾ. അത് ഇന്നലെ വല്ലാത്തൊരു മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ അവിടുന്ന് പോകുന്നത്. അതുപോലെ തന്നെ വേറെയും പല ആളുകളും പറഞ്ഞു എങ്ങനെ സാറിന് നന്ദി പറയണം, ഹാപ്പി പാർക്കിന് നന്ദി പറയണം എന്നറിയില്ല. അത്രയും നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ. എല്ലാവർക്കും പ്രത്യേകം ഇന്നലെ ഉള്ള ആ ദിവസം അവിസ്മരണമാക്കി തന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി.
ഓക്കെ, താങ്ക് യു. ഇന്നലത്തെ തെറാപ്പി ഒക്കെ ചെയ്തതോടുകൂടി ടീച്ചറെ വളരെ അടിപൊളി തെറാപ്പി അല്ലായിരുന്നു. ഈ ഫാമിലി ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് പോയിന്റ് കിട്ടിയില്ലേ ഇന്നലെ? നിങ്ങളൊക്കെ ഒത്തിരി ഫാമിലി സെഷൻ ചെയ്യുന്ന ആളുകളാണ്. അതായത് ഡീപ്പ് 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 കുഞ്ഞു 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 കാര്യങ്ങളിലോട്ട് പോയി ആഴത്തിലോട്ട് പോയില്ലേ ടീച്ചറെ? എസ്വർണോ? യെസ് തീർച്ചയായിട്ടും. ഇന്നലെ എന്താ പറയാ, ഇന്നലെ ക്ലാസ് കിട്ടിയ ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവര് ഭാഗ്യവാന്മാരാ. അത്രയും, കാരണം അത്രയും സിമ്പിൾ ആയിട്ട് എന്നാലോ വളരെ ഡീപ്പായിട്ട്, പിന്നെ സാറിന്റെ ആ സരസമായ അവതരണം അത് പറയാൻ വയ്യ, അത്രയും സൂപ്പർ. ഓക്കെ, രാജേഷ് സാറെ, നിങ്ങൾ ആ ഇത് ഓഫ് ആക്കൂ സാർ. നിങ്ങൾ എപ്പം ഓൺ ആക്കുന്നു അപ്പോഴല്ലേ അവിടെ വോയിസ്. രാജേഷ് ശ്രീധരൻ ഓഫാക്കി സാർ, ഓഫാക്കി. ഇനി സംസാരിച്ചോളൂ. ഇന്നലത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത് സത്യം പറഞ്ഞ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കയറുന്നത്. ഇപ്പോഴും ട്രെയിനകത്താണ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. എന്താ പറയുന്നത്, എനിക്ക് എന്റെ ഫാമിലിയെ കൂടെ കൊണ്ടുവരാൻ പറ്റാൻ പ്രയാസം. അത്രയ്ക്കും എനിക്ക് വളരെയധികം, പിന്നെ തന്നെയുമല്ല അസീം സാറിന്റെ കൂടെയൊക്കെ ഇത്രയും ഒരു ലോകോത്തര നിലവാരമുള്ള ഒരാളിന്റെ കൂടെയൊക്കെ ഒരു ഇതിൽ വേദി പങ്കിടാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ്. എനിക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല. അതിന് ഒരു അവസരം ഒരുക്കി തന്ന കരീം സാറിനും ഹാപ്പി പാർക്കിനും ഒരു എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരുന്നില്ല. അതുപോലെ തന്നെ ആ കുടുംബ ജീവിതത്തിനെ സംബന്ധിക്കുന്ന ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. വളരെ വളരെ സന്തോഷം സാർ. ഏതായാലും എന്താണ് കുടുംബ പ്രശ്നങ്ങളുടെ ആണിക്കല്ല് എന്ന് സാറിന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? എസ്വർണോ? എല്ലാ കുടുംബ പ്രശ്നങ്ങളുടെയും ആണിക്കൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞോ രാജേഷ് സാർ? എസ്വർണോ? സാർ ട്രെയിനിലാണ്. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയാ, എങ്ങനെ അത് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്കും വളരെയധികം അത് ഇനി എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയ്ക്കും ഭയങ്കരമായ, ഞാൻ അതിലേ പറഞ്ഞു, ഞാൻ ഇത്രയും ഉയർന്ന ഒരു തലത്തിലുള്ള ഒരു ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നത് എന്റെ ഒരു വ്യക്തിയുമായിട്ടൊക്കെ വേദി പങ്കെടുക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ തന്നെ ഒരു അനുഭവമാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല സാറിന്റെ ക്ലാസ്സും എല്ലാം. ഞാൻ ഒരിക്കലും ഹാപ്പി പാർക്ക്, എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ജീവിതകാലം മുട്ടും ഇനിയുള്ള ജീവിതത്തിൽ ഇപ്പം 42 വയസ്സായി, ഇനി എത്ര കാലം ജീവിച്ചിരുന്നാലും അത്രയും കാലം ഹാപ്പി പാർക്കുമായിട്ട് തന്നെ ഹാപ്പി പാർക്കിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. വളരെ വളരെ സന്തോഷം. അഷ്റഫ് സാർ ഇന്നലെ വരാൻ പറ്റിയില്ല അല്ലെ? മുഹമ്മദ് അഷ്റഫ് സാർ ഇല്ല ഇന്നലെ വരാൻ പറ്റിയില്ല. ഞാൻ ലാസ്റ്റാണ് ക്യാൻസൽ ചെയ്തത്, കാരണം എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. അല്ലാതെ സങ്കടമുണ്ട്, എന്താ ചെയ്യാ. അത് നമുക്ക് ഇനി അടുത്ത വാർഷികത്തിന് നമുക്ക് ഇതേ ടോപ്പിക് തന്നെ വെക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, മീരാൻ കോതമംഗലം. മീരാൻ സാർ പറയൂ. ഇന്നലത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റാത്തതിലുള്ള ദുഃഖം ഞാൻ പങ്കുവയ്ക്കുകയാണ്. എനിക്ക് വളരെ അധികം വിഷമമുണ്ട് പങ്കെടുക്കാൻ പറ്റാത്തത്. എല്ലാവരുടെയും ഫീഡ്ബാക്ക് കേട്ടിട്ട് കൊതിയാകുന്നുണ്ട്. എന്തായാലും ഞാൻ സന്തോഷവാനാണ്. എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വലിയ പ്രശ്നങ്ങളെല്ലാം, അതായത് കട്ടിയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഹാപ്പി പാർക്കായിട്ട് ബന്ധപ്പെടുന്നത്. അതെല്ലാം അങ്ങ് അരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ആയത് കാരണം കൊണ്ട് ഞാൻ അങ്ങ് എത്തുന്നില്ല എന്നുള്ളൂ. എന്തായാലും ഞാൻ എപ്പോഴും ഹാപ്പി പാർക്കിന്റെ ഒപ്പം ഉണ്ട്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ രാധാകൃഷ്ണൻ സാർ ഇന്നലെ വന്നില്ല അല്ലേ? എനിക്കും വരാൻ പറ്റിയില്ല സാർ, എന്തെല്ലോ പ്രശ്നമായതുകൊണ്ട് വലിയ വിഷമമുണ്ട് വരാൻ പറ്റാത്തത്. കുഴപ്പമില്ല. ഇന്നലെ ഒരു 50 ആളുകൾ ഇന്നലെ സ്കിപ്പാണ്. 50 ആളുകൾ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ദൈവം നമ്മുടെ കൂടെ ആ 50 ആളും കൂടി വന്നിരുന്നെങ്കിൽ അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ലായിരുന്നു. അവിടെ ഹാളും അല്ലേ തന്നെ ഫുള്ളായി. ഏതായാലും നമുക്ക് എപ്പോഴും എങ്ങനെ വീണാലും 4 കാലിൽ നമ്മൾ വീഴാറുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, നഷ്ടബോധം തോന്നുന്നുണ്ട്. ശരി. അപ്പൊ ഏതായാലും ഇതൊക്കെ കുടുംബ പ്രശ്നമുള്ള ആളുകൾക്ക് ഇത് അറിയിച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവര്. നമുക്ക് പറയൂ. ഹലോ, ഞാൻ ലൈല. ലൈല ഇസ്മായിൽ പറയൂ.
ഇന്നലെ സാറെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ആ തെറാപ്പി ചെയ്ത ഞാൻ എന്റെ മൈൻഡിലേക്ക് കൊണ്ടുവന്നത് ഞാൻ വീട്ടിലേക്ക് എത്തുന്നതിന്റെ മുന്നേ തന്നെ എനിക്ക് വിവരം കിട്ടി. അൽഹംദുലില്ലാ. വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അത്. സാറോട് ഞാൻ അല്ല പേഴ്സണലായിട്ട് പറഞ്ഞിരുന്നു പൈസന്റെ കാര്യം. അതിവിടെ എത്തിയപ്പോ തന്നെ അവരെനിക്ക് വിവരം തന്നിട്ടുണ്ട്, നമുക്ക് സോൾവ് ചെയ്തു തരാം എന്നുള്ള രീതിയിൽ. അതും കൂടാതെ ആസിം സാറെ കാര്യം എന്റെ മോന് 6 വയസ്സാവുന്നേ ഉള്ളൂ. അവനോട് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എന്നെയും കൂടി കൊണ്ടുപോയിക്കൂടായിരുന്നോ അങ്ങനത്തെ ഒരു ക്ലാസ്സിന്. എനിക്ക് കാണാൻ കൊതിയാവുന്നുണ്ട്, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകണം കേട്ടോന്ന് മസ്റ്റായിട്ട് അവൻ ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ നീന്തൽ മത്സരത്തിൽ നീന്തി മുന്നോട്ടെത്തിയ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു. ഇത്രയും കുഞ്ഞായ ഒരാള് 18 വയസ്സ് എന്റെ മോന്റെ കൂടെ SLC എഴുതിയ ആളാണ്, മൂത്ത മോന്റെ കൂടെ. അപ്പൊ ഞാൻ ഇവനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു എനിക്ക് ഇനി എവിടെന്നെങ്കിലും എനിക്ക് കാണിച്ചു തരണം കേട്ടോ. ആ പാവം കാക്കന്റെ അവസ്ഥ എനിക്കൊന്ന് കാണണമെന്ന്. അപ്പൊ ആ കുഞ്ഞു മോന്റെ ഉള്ളിലേക്ക് ടച്ച് ചെയ്ത് അത്രയും ഉള്ളൊരു വാക്ക് ഞാൻ പറയാം, എനിക്ക് അറിയില്ല എന്താ പറയണ്ടേന്ന് അറിയില്ല സാറോട്. അത്രയും. അതുപോലെ ഫാമിലി പ്രോബ്ലം തന്നെ. എനിക്ക് ഇന്നലെ ഉറക്ക് വന്നിട്ടില്ല എന്റെ മൈൻഡിലേക്ക്. ഞാൻ എന്റെ വീട്ടിലും എന്റെ തറവാട്ടിലും ഒക്കെ പോയിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്റെ മൈൻഡിലേക്ക് വന്നത്. അൽഹംദുലില്ലാ. ഓക്കെ വളരെ വളരെ സന്തോഷം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ശരിപ്പെടുത്താൻ മാത്രമാണ്. ഒരിക്കലും നമ്മൾ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് മരണം വരെ പരിഹരിക്കാതെ കിടക്കും. ശരി, ഏതായാലും സന്തോഷം. നമുക്ക് റിലേഷൻഷിപ്പിന്റെ ഈ ഒരു പ്രോഗ്രാം ഒരു സമ്പൂർണ്ണ തലത്തിൽ നമുക്ക് പറയൂ. ഫാരിഷയാണ്. പറയൂ ഫാരിഷ. ഹലോ. സാറേ, നമ്മളിപ്പോ അന്ന് ഞാൻ സാറിന്റെ കുറച്ച് പൈസ കിട്ടാണ്ട കാര്യം പറഞ്ഞിരുന്നല്ലോ. അവരോട് കണക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ സബ്മിറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു. അപ്പൊ അവർക്ക് തരാൻ കഴിയില്ല എന്ന് കട്ടൻട്രി ആയിട്ട് പറയാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ലോ ഓഫ് അട്രാക്ഷന്റെ സെഷൻ അല്ലേ അത്? ഹലോ. അല്ല സാറേ, ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ സാറിനോട് സൂചിപ്പിച്ചിരുന്നു. ടോട്ടലി 17 lakhs. 70 ലക്ഷം രൂപ. അല്ല 17. എന്റെ ഒരു ഫ്രണ്ടിന് 1,62,000 രൂപയും കിട്ടാനുണ്ട്. അത് ഒരു കാര്യം മനസ്സിലായി. അപ്പൊ അതില് നമ്മുടെ ഫ്രീക്വൻസി ഉയരാതെ നമുക്ക് ആ ഫണ്ട് വന്നു ചേരില്ല. അതാണ് ഫാരിഷയോട് ഞാൻ പറയുന്നത്. വർക്കുകളൊക്കെ ചെയ്യുക. ആ ഫണ്ട് ലഭിക്കുവാൻ ആവശ്യമായിട്ടുള്ള എനർജി വൈബിലേക്ക് നമ്മൾ എത്തണം. അതിനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ EFT പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിലിപ്പോ കോടികളൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്തേ മാഡി ഫ്രണ്ട്സ്. ആരാണ് ഈ സംസാരിക്കുന്നത്? കോടികൾ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയ ആൾക്കാരുണ്ട്. അവരൊക്കെ അതിൻ്റെതായ സമയമെടുത്ത് ഈ പറയപ്പെട്ടതെല്ലാം ഫോളോ ചെയ്തു. അതാണ് ഒരു 17 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഉയർന്നെങ്കിലേ ആ പണം നമുക്ക് വരും. ആ പണം ഒന്നുകിൽ അവരിലൂടെയോ അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റു സോഴ്സിലൂടെയോ നമുക്ക് വരും. അതിന് ആ ലെവലിൽ നമ്മൾ എത്തണം. അപ്പൊ അതുകൊണ്ട് ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി വരുന്ന EFT പങ്കെടുക്കുക. അതുപോലെ തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷനിലെ വർക്കുകൾ ചെയ്യുക. അതേപോലെ തന്നെ എന്റെ 17 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു ലഭിക്കുവാനുള്ള സാധ്യമായ വഴി എന്ത് എന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുക. Don't try to blame them. Don't try to hate them. Don't try to bargain. Don't try to be a hated person. If you do so, your money won't come to you. ഒരിക്കലും നിങ്ങളിലേക്ക് തിരിച്ചു വരില്ല. അതുകൊണ്ട് ഈ സംഭവം ചോദിക്കുക. സാധ്യമായ വഴി എന്ത് നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഉത്തരം നിങ്ങൾക്ക് തന്നെ ലഭിക്കും. ആ രൂപത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അതല്ലാതെ അവരെ ശപിച്ചതുകൊണ്ടോ അവരെ അതൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ലോയിലോട്ട് പോകും. പിന്നെ പറ്റുമെങ്കിൽ നമ്മുടെ EFT ഒക്കെ എനിക്ക് തോന്നുന്നത് എറണാകുളമാണോ മാഡത്തിന് വീട്? അതെ സാറേ, അതെ. എറണാകുളത്ത് ആ പ്രോഗ്രാമിന് മാഡം വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇനി അടുത്ത പ്രോഗ്രാം വരുന്ന സമയത്ത് ഒന്ന് പങ്കെടുക്കുക. എന്നിട്ട് വൈബ് ഉയർത്തും. കേട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ഇതിന്റെ ആൻസർ ചില ആളുകളൊക്കെ എന്റെ നമ്പർ വാങ്ങി വെക്കും, എന്നിട്ട് എന്നോട് സംസാരിച്ചിട്ട് സൂത്രത്തിൽ ഇത് ചെയ്യാൻ പറ്റും. എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞ ഉദാഹരണം ഇത് തന്നെയാണ്. ഒരു ഡോക്ടർക്കും റോട്ടിൽ വെച്ച് ചികിത്സ നടത്താൻ പറ്റില്ല.
ഫോണിലൂടെ ചികിത്സ നടത്താൻ പറ്റില്ല. ഇതിനെല്ലാം ഉള്ള സൊല്യൂഷൻ നമുക്കുണ്ട്. ഇപ്പൊ സന ടീച്ചർ എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞേ, പബ്ലിക്കായിട്ട് പറഞ്ഞേ സന ടീച്ചർ. ഞാന് ഈ മാസം 50 ലക്ഷം രൂപ കിട്ടണമെന്നായിരുന്നു ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതില് സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് എല്ലാ വഴിയും തെളിഞ്ഞു വന്നു. ഈ മാസം 30 ലക്ഷം രൂപ കയ്യിൽ കിട്ടി. ഇനി നെക്സ്റ്റ് ബാക്കി റിലീസ് ആവാനിരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ സന ടീച്ചറെ, നിങ്ങളുടെ വൈബ് നേരത്തെ ഉണ്ടായിരുന്ന വൈബും അതായത് ഫ്രീക്വൻസിയും ഇപ്പോഴത്തെ ഫ്രീക്വൻസിയും നിങ്ങൾക്ക് തന്നെ വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലേ? തീർച്ചയായിട്ടും ആ വൈബ് ഉയർന്നത് കൊണ്ടാണ്. കാരണം ഞാൻ പറഞ്ഞു വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഈ ടൈമിലാണ് അതെനിക്ക് പറ്റിയത്. അത് തീർച്ചയായിട്ടും ആ ഒരു സാറിന്റെ കോഴ്സുകളിലൊക്കെ പങ്കെടുത്ത വൈബ് ഉയർന്നത് കൊണ്ട് തന്നെയാണ്. സാർ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് നമ്മളിലേക്ക് എത്താൻ നമ്മൾ പാകപ്പെടണം എന്ന്. ആ പാകപ്പെട്ടത് ഇപ്പോഴാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അത്രയും വലിയൊരു ആഗ്രഹം നടന്നു. അതാണ് എക്സാക്ട്ലി. ഇപ്പോ ഈ ഫാരിഷ ചോദിച്ച ഇതേ സംഭവം പലർക്കും ഉണ്ടാവും. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ നിരന്തരം രാവും പകലും മറ്റവരെ കുറ്റം പറഞ്ഞ് തെറി പറഞ്ഞ് എന്നാലും അത് പറഞ്ഞിട്ടല്ലേ ഇത് പറഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ നടക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ലോ ഫ്രീക്വൻസിയിലായിരിക്കും. ഒരിക്കലും ആ ഫണ്ട് വന്നു ചേരില്ല. അവസാനം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കിഡ്നി ഫെയിലുമായിട്ട് അതിന്റെ രോഗം ചികിത്സയായിട്ട് പോയി പിന്നെ അവസാനം ഒന്നുമില്ലാണ്ട് അങ്ങ് മരിച്ചു പോകുന്നതാണ് മഹാഭൂരിപക്ഷം ആൾക്കാർ. പക്ഷെ അതിന് പകരം ഫ്രീക്വൻസി ഉയർന്നു കഴിഞ്ഞാൽ അവരിൽ നിന്നോ അതിന് സമാനമായ മറ്റു സോഴ്സിൽ നിന്നോ നമുക്ക് പരിധിയില്ലാതെ പണം കിട്ടും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണം ഒരു പരിധി കഴിഞ്ഞാൽ അതിനൊരു കടലാസിന്റെ വില മാത്രമേ ഉള്ളൂ. അതല്ലേ മോഹൻ ജോസഫ് സാർ? പൈസ എന്ന് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു കടലാസിന്റെ വില മാത്രമേ ഉള്ളൂ. അതാ നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയൊക്കെ പറയുന്നത്. ഒരുപാട് പണം ഉണ്ടായി, എന്ത് ചെയ്യാനാ പണം കൊണ്ട്? പണമില്ലാത്ത സമയത്ത് തോന്നും എന്ത് പണം കിട്ടിയാൽ മതിയെന്ന്. പണം ഒരു പരിധിയിലപ്പുറം കിട്ടിക്കഴിഞ്ഞാൽ അതിന് പിന്നെ കടലാസിന്റെ വിലയുള്ളൂ. നഷ്ടപ്പെടും. ഏതാ? ഉറക്കം നഷ്ടപ്പെടും ഒരു പരിധി വിട്ട് പൈസ വന്നാ. ഇഷ്ടപ്പെടുന്ന മാത്രല്ല, അതായത് അതിനേക്കാളൊക്കെ വലുതാണ് നമ്മുടെ സമാധാനവും നമ്മുടെ ശാന്തിയും. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലൂടെ എല്ലാം നമ്മളോട്ട് വരും. വന്നു കഴിഞ്ഞാലും നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലോട്ടൊന്നും പോവില്ല. മാത്രമല്ല ഒരു ശാന്തി നമുക്കുണ്ടാവും എപ്പോഴും. പിന്നെ സാറ് പറഞ്ഞ പോലെ ആ ഫ്രീക്വൻസി എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും. ഉദാഹരണമായിട്ട് 1 കോടി രൂപ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ വെച്ച് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമോ? പറ്റില്ല. 1 കോടി രൂപ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും അന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല. എന്നാൽ യൂസുഫ് അലി സാർ അടുത്തൊരു 50 കോടി രൂപ ഉണ്ടെങ്കിലോ അദ്ദേഹത്തിന് അതൊരു ആനക്ക് വായുകുളി കൊടുത്ത പോലെയായിരിക്കും. അദ്ദേഹം ഫ്രീക്വൻസി അത്രയും ഉയർന്ന ആളാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഫ്രീക്വൻസി ഉയരുമ്പോൾ ആ സംഗതിയൊക്കെ തിരിച്ചു വരും. അതിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. പരമാവധി ഈ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് EFT പോലുള്ളത് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഈ വെറുപ്പ് വിദ്വേഷം ഈ സാധനങ്ങൾ പരമാവധി കളയുക. നമ്മളാണ് അവരെ വിളിച്ചു വരുത്തിയത്. നമ്മളെ പണം നഷ്ടപ്പെടുത്തുവാനുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്തത് നമ്മളാണ്. നമ്മൾ തന്നെയാണ് അതിനൊക്കെ ഉത്തരവാദി. എന്നിട്ട് നമ്മൾ വിളിച്ചു വരുത്തി നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്ത് നമ്മൾ തന്നെ ദുരന്തത്തിലായി നമ്മൾ തന്നെ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുക. സത്യം അതാണ്. പക്ഷെ നമ്മൾ അംഗീകരിക്കൂല. റിയലി അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ EFTയുടെ മാസ്റ്റർ കോഴ്സിലാണ് അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. അത് ട്രഷറിൽ പങ്കെടുക്കുന്ന 2 ഗ്രൂപ്പിനും കൂടി സംയുക്തമായി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ശരി, വളരെ വളരെ സന്തോഷം ഫാരിഷ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഫ്രീക്വൻസി ഉയർത്തുക, എല്ലാ പണവും. ഓക്കെ, സന്തോഷം. ശരി, നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടോ? ജോത്സന ടീച്ചറെ ഹാപ്പി ആയില്ലേ ഇന്നലെ? ജോത്സന ടീച്ചർ അടുത്ത ക്ലാസ്സില് എന്റെ ഫാമിലിയെ കൂടെ കൊണ്ടുവരണമെന്ന് എനിക്ക് അതിഭയങ്കരമായ ആഗ്രഹം. സാധിക്കും എന്ന് തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സന്തോഷം സാർ. ഫാമിലിയെ കൂടി കൊണ്ടുവന്നാൽ അത്രയും നന്നാവും. ഫാമിലി നന്നായിട്ടില്ലെങ്കിൽ ലോകത്ത് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ജോലിയോ പണമോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നമ്മുടെ കൂടെയുള്ള ആളുകളുമായിട്ട് നമുക്ക് സ്നേഹോഷ്മളമായ ബന്ധം ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു കാലത്ത് നമുക്ക് സുഖം കിട്ടും. അപ്പൊ അതിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ പിന്നെ പണം എല്ലാ സംഭവം അതിന്റെ കൂടെ. പറയൂ. ജോസ്നയാണ്. ഹാപ്പി ആയി. ഇന്നലെ വളരെ നല്ലൊരു
അനുഭവമായിരുന്നു. താങ്ക് യു സർ. ഓക്കെ സന്തോഷം. ഹലോ ശരി, സാർ. ചോദിച്ചോളൂ. സാറേ, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, വീട്ടിലും കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത്. ജസീല മാം, നിങ്ങൾ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു അറ്റൻഡ് ഓൺ കമ്മിങ് 14th ഇൻ എറണാകുളം. എറണാകുളത്ത് അടുത്ത മാസം 14-ാം തീയതി എനർജി ഹീലിംഗ് പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന് ജസീല മാം യു മസ്റ്റ് അറ്റൻഡ്. ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ബി there at എറണാകുളം ഓൺ കമ്മിങ് July 14th. 13 സെക്കൻഡ് സാറ്റർഡേ. 14 കോഴിക്കോട്. അത് രണ്ട് ദിവസത്തെ പ്രോഗ്രാം നമ്മൾ ഒരു ദിവസമാക്കി മാറ്റിയിട്ട് ബാക്കി ഓൺലൈനിലോട്ട് മാറ്റി, ആൾക്കാരുടെ സൗകര്യം പ്രമാണിച്ച്. അങ്ങനെ ആകുമ്പോൾ ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കൾ മുതൽ അതിന്റെ ഫോളോ അപ്പും അതിന്റെ ബാക്കി ഭാഗം 2 കൂട്ടർക്ക് ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരാഴ്ച ഗ്യാപ്പ് വരുമ്പോൾ അത്ര ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ 13-ാം തീയതി എറണാകുളത്തോട്ട് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോളൂ. ഓക്കെ. EFT എന്നാണ് സാർ എറണാകുളം? EFT നമ്മൾ എറണാകുളത്ത് ജൂലൈ ലാസ്റ്റിലുണ്ടാവും. അതിന്റെ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 28-നാണ് സാധ്യത. ജൂലൈ 28 കേട്ടോ. ഓക്കെ. EFT അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറും. ഹലോ പറയൂ. ഹലോ സാർ, ഞാൻ ആസിയ ആണ്. പിന്നെ പൈസയുടെ പ്രശ്നം തന്നെ ഇവര് പറഞ്ഞിട്ട് പറയാനുള്ളൂ. എന്റെ മോനിക്ക് ഒരാൾ 7 ലക്ഷം, ഒരാൾ 6 ലക്ഷം, ഒരാൾ 4 ലക്ഷം അങ്ങനെ കൊടുക്കാറുണ്ട് ഇതുവരെ. പിന്നെ ഒരു 5 ലക്ഷം എന്റെ വകയ്ക്ക് ഞാൻ എന്റെ ആധാരം വെച്ച് കൊടുത്തു, ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ കുറെ പൈസകൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ സാറ് ഫ്രീക്വൻസിയുടെ പറഞ്ഞപ്പോ ഞാൻ പറയാണ്, അതിന് വല്ല വഴിയുണ്ടോ എനിക്ക് കിട്ടാനുള്ളൊരു വഴി? അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ ഫ്രീക്വൻസിയിൽ ഇനിയും ഈ ആളുകൾ കണ്ടില്ലേ നിങ്ങള്, എവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിന് അതേ ഫ്രീക്വൻസി പോയിട്ട് വീണ്ടും ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വീണ്ടും പോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അപ്പൊ അതും പോകും. ഇതിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് വേറെ എങ്ങനെങ്കിലും ഇതിനെ രക്ഷപ്പെടുന്ന അവിടെ പോകും, അതും പോകും. ആ ഫ്രീക്വൻസി നമ്മൾ ചെലവഴിക്കരുത് ഒരിക്കലും. അങ്ങനത്തെ ആളുകൾക്ക് പണം കൊടുക്കരുത്. ഫ്രീക്വൻസി ഉയർത്തണം. അതിന് ഒരിക്കൽ പണം പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാരണം തിരിച്ചറിഞ്ഞ് നമ്മുടെ ലെവല് കൂടാതെ പിന്നീട് പൈസ പോക്കരുത്. ഇപ്പൊ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. കേരളത്തിൽ സമയം കുറെ ആയിട്ടുണ്ട് എങ്കിലും ഞാൻ പറയാം. നേരത്തെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. 7:14 ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ആൾക്കാർ പണം 1 ലക്ഷം കൊടുക്കുക, എന്നിട്ട് 1000, 500, 1000 ഒക്കെ മാസം ഇങ്ങനെ കൊടുക്കുന്ന 1000, 2000 ഒക്കെ മാസം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആളുകൾ കൊണ്ടുപോയിട്ട് ക്യാഷ് ഇട്ടു. ആദ്യമൊക്കെ പൈസ കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒരു 10-15 ഒക്കെ കിട്ടി. അപ്പൊ ഇവരൊക്കെ കുറെ ആൾക്കാർ ചേർത്തി, അവിടെ അപ്പുറത്ത് ചേർത്തി, ഇപ്പുറത്ത് ചേർത്തി. അങ്ങനെ കുറെ ആൾക്കാർ ചേർന്നു, കുറെ പൈസ. ആദ്യം ചേർത്ത ആൾക്കാരോ ക്യാഷ് കിട്ടി, ബാക്കിയുള്ളതൊക്കെ പോയി. അങ്ങനെ ഇവന്റെ ക്യാഷും ഒരു 10,000, 50,000, 70,000 ഒക്കെ പോയി. അപ്പോഴാണ് അപ്പുറത്ത് തോന്നുന്നു അത് തീരെ വിശ്വസിക്കാക്കാൻ പറ്റൂല, അത്രയും ഉഷാറാണ്, അത് അത്ര വർഷമായി അതിൽ കൊണ്ടുപോയിട്ട് പിന്നീടും. അപ്പൊ ആ കുറെ പൈസ അതിലും പോകും. അങ്ങനെ എന്നാൽ ഇപ്പൊ പുതിയതൊന്ന് വന്ന് വെക്കുക. ഇപ്പൊ നമ്മൾ തന്നെ തുടങ്ങുക. ഞാനും നമ്മുടെ രാധാകൃഷ്ണൻ സാർ, മോഹൻ സാറൊക്കെ കൂടി വെച്ചിട്ട് നമ്മളൊന്ന് തുടങ്ങാൻ നോക്കുക. നമുക്കും പൈസ തരാൻ ആളുണ്ട്. മനസ്സിലായില്ലേ? സിനിമയുടെ ഫീൽഡിൽ വന്നതാണ് എനിക്കിതൊക്കെ. അതെ, അത് ഈ ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പണം ചെലവഴിക്കരുത്. മനസ്സിലായില്ലേ? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ അധ്വാനിക്കാതെ നമ്മളടുത്ത് പണം വന്നു കഴിഞ്ഞാൽ ആ പണം നമ്മുടെ അടുത്ത് നിൽക്കില്ല. ഞാൻ കാര്യം പറയട്ടെ, ഹാപ്പി പാർക്ക് ഇത്രയും കാലമായി, ഒരു 10 പതിറ്റാണ്ടിലധികമായി. ഇപ്പൊ 10 വർഷം എന്നൊക്കെ പറയുന്നത് ഒഴിവാക്കണം, ഇനി ഒരു 15 വർഷമൊക്കെ പറയണം. കാരണം 2010-11 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് നമ്മൾ. അപ്പൊ 14 വർഷത്തോളമായി നമ്മളിത് സജീവമായി കൊണ്ടു നടക്കുന്നു. 2016-15 കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്രയും സജീവമായിട്ട് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പ്രോഗ്രാം നടത്തിയത്. നമ്മൾ ഈ നടത്തുന്ന സകല കോഴ്സിലേക്കും ആളുകൾ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അവിടെ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിനുള്ള മാറ്റവും അതിനുള്ള ഗുണവും ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഏതെങ്കിലും ഒരാൾ പറയാം, ഇന്നലെ ഒരു പ്രോഗ്രാം പങ്കെടുത്തു, ആ പ്രോഗ്രാം പങ്കെടുത്തു, എൻ്റെ പൈസ അങ്ങ് പോയി എന്ന് പറയുന്ന ഒരു 10 ആളുണ്ടെങ്കിൽ ഹാപ്പി പാർക്ക് എന്നോ പൂട്ടിപ്പോകും.
യെസ് ഓർ നോ? ഒരു സംശയമില്ല. ഇപ്പോ അത് ഈ നടക്കില്ല. എല്ലാവരും പരസ്പരം ചോദിച്ചേ പോകും. കാരണം EFT ഒരു കോഴ്സിനൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇത്രയും ക്യാഷ് ഞാൻ മുടക്കാൻ മാത്രം അതിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടേ പോകൂ. അപ്പോ ഒരു 10 ആള് പറയാണ് അതുകൊണ്ട് ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മള് ഫീസ് വാങ്ങുന്നെങ്കിൽ ആ വാങ്ങുന്നതിന്റെ എത്രയോ ഇരട്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ വാങ്ങിയ ഫീസ് എന്ന് പറഞ്ഞാൽ കേവലം 1500 രൂപയാണ് ഫീസ് വാങ്ങിയത്. അവിടെ ഫുഡ് നമ്മുടെ അസീം സാറെ കൊണ്ടുവരുവാൻ അവിടെയുള്ള ചെലവ് എത്രയുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ എന്നാ നിങ്ങൾക്ക് കിട്ടിയതോ? ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എത്ര ജുറാസിക് പാർക്ക് കണ്ടാലും, എത്ര ചിത്രത്തായി കണ്ടാലും, എത്ര ജോക്കി ഫിലിം കണ്ടാലും ശരി, അതിൻ്റെയൊക്കെ എത്രയോ മുകളിലാണ് നിങ്ങൾക്ക് ഇന്നലെ അവിടെ കിട്ടിയ അനുഭവം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് പണം നിലനിൽക്കുകയുള്ളൂ. നമ്മളൊരു സ്ഥാനത്തെത്താതെ, നമ്മളൊരു ഫ്രീക്വൻസിയിലെത്താതെ നമുക്ക് പണം കിട്ടില്ല. അതുകൊണ്ട് എളുപ്പ വഴിയിലൂടെ പണത്തിന് വേണ്ടി പോകുന്നവർ മുഴുവൻ ലോ ഫ്രീക്വൻസിയുള്ള ആളുകളാണ്. അവർക്ക് ലോട്ടറി അടിക്കുന്ന ആളുകൾ. ഇനി അഥവാ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഓൺലൈൻ തട്ടിപ്പിലൊക്കെ കുടുങ്ങി കുറച്ച് പൈസ ഉണ്ടായി നോക്കുക, ആ പൈസ അവൻ വേറെ പോയിട്ട് കളയും. അവന്റെ അടുത്ത് പൈസ നിൽക്കൂല, അവന് താങ്ങാനുള്ള ശക്തിയില്ല. ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ തലയിൽ ഒരു കിൻഡൽ ചാക്ക് വെച്ച് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ആസിയ മാം, ആ കുട്ടി ആ ചാക്ക് എവിടെങ്കിലും ഇടും, ആ കുട്ടിക്ക് നിൽക്കാൻ കഴിയില്ല, അല്ലെ കുട്ടി മരിച്ചു. അതേ അവസ്ഥ തന്നെയാണ് പണം എന്ന് പറയുന്നത്. നമ്മൾ ആ ലെവൽ എത്തുമ്പോൾ മാത്രം കിട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിനു മുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, നിൽക്കൂല. അപ്പോ അങ്ങനെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കാതിരിക്കുക. ഇപ്പോ ഒരു കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ സെന ടീച്ചറൊക്കെ അത്യാവശ്യം ഫീസൊക്കെ വാങ്ങുന്നുണ്ട്. അത് വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആ പ്രശ്നം തീർത്തു കൊടുക്കുന്നുണ്ട്. അവർ തരുന്നതിന് എത്രയോ ഇരട്ടി ആൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊക്കെ പണം ഉണ്ടാവുന്നത്, പണം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ സമാധാനം ഉള്ളത്. തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ഒന്നും പണം ഉണ്ടാക്കാൻ പറ്റില്ല. അതൊക്കെ ഈ മതങ്ങൾ 1000ഉം 1400ഉം 2000 വർഷങ്ങൾക്ക് മുമ്പ് നബിയും ക്രിസ്തുവും കൃഷ്ണനും ഒക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും സമയം ഇത്രയും ആളുകൾ പറയൂ. വഴി പറഞ്ഞില്ല. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഫ്രീക്വൻസി ഉയർത്തുക എന്നതാണ് നമ്മൾ പറയുന്നത്. ഫ്രീക്വൻസി ഉയർത്തുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾ EFT ഒന്ന് പങ്കെടുക്കുക. EFT ഒന്ന് പങ്കെടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴേ, അതായത് വാക്കുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഫ്രീക്വൻസി ഉയർത്തണം എന്ന് നിങ്ങൾ ചെയ്യും. ഒരു കാര്യം മനസ്സിലാവും, എന്റെ ഫ്രീക്വൻസി ഉയർന്നത് കൊണ്ടാണ് പ്രശ്നം. ഈ ഫ്രീക്വൻസി ഉയർന്ന സമയത്ത് ഇനി ഞാൻ വേറെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പാടില്ല, ഫ്രീക്വൻസി ഉയർത്തണം. ഇതേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ. അതിന് നമുക്ക് ഹാപ്പി പാർക്കിന്റെ ഈ ഒരു EFT എന്നൊരു കോഴ്സ് ഉണ്ട്, അതിലൊന്ന് പങ്കെടുക്കുക. ഓക്കെ, അത് ജൂലൈ 7-നാണ്. ഓക്കെ, റിജു ക്യാൻ യു ഹിയർ? റിജു സംസാരിക്കുന്നുണ്ടോ? റിജു വരാൻ പറ്റില്ല സാറേ, വയനാട്ടിൽ വരാൻ പറ്റിയില്ല. ഓക്കെ, കോഴിക്കോടാണ്. ഇപ്പൊ EFT-യിലൊക്കെ പങ്കെടുക്കുക. ഈ റിജു ഒക്കെ EFT പങ്കെടുത്ത് വലിയ മാറ്റം ഉണ്ടായില്ല റിജു? യെസ് ഓർ നോ? യെസ് സാറേ, നല്ല മാറ്റം ഉണ്ടാകും സാറേ, നല്ല മാറ്റം. ഇന്നലെ മിസ്സായത് ഭയങ്കര വിഷമം തോന്നി. പക്ഷെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. നിങ്ങൾ EFT പങ്കെടുക്കാൻ വേണ്ടി ചെലവഴിച്ചതിന്റെ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് കിട്ടിയോ ഇല്ല? യെസ് ഓർ നോ? യെസ് സാർ കിട്ടി. അതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഓക്കെ, ശരി. ഇനി ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. പറയൂ. ഓക്കെ, താങ്ക് യു. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ.